ദുരന്തഭൂമിയിൽ സൗജന്യ സേവനവുമായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും സേവനം നൽകാൻ തയ്യാറാണെന്നാണ് ഉടമകൾ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് മാത്രം 35 ഹിറ്റാച്ചികളാണ് മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ തെരച്ചിലിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദുരന്തഭൂമിയിൽ തെരച്ചിൽ 5ാം ദിനവും തുടരുകയാണ്. ഈ തെരച്ചിലിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഹിറ്റാച്ചി അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പങ്കാളിത്തമാണ്. കാരണം ചെളി പുതഞ്ഞു കിടക്കുന്ന സാധാരണ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ അതിസാഹസികമായി മാത്രം പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഹിറ്റാച്ചികൾ എത്തി അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്താണ് ഈ തെരച്ചിൽ ദൗത്യം പ്രധാനമായും പുരോഗമിക്കുന്നത്. ആ നിലയ്ക്ക് ഇവിടെ ഈ തെരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിൽ എല്ലാം ബഹുഭൂരിപക്ഷം ഹിറ്റാച്ചികളിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ സൗജന്യമായാണ് സേവനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവർ സൗജന്യമായാണ് സേവനം നടത്തിയത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 35-ലധികം ഹിറ്റാച്ചികൾ ഇപ്പോൾ ദുരന്തഭൂമിയിൽ ഈ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതിന്റെ ഉടമകൾ അല്ലെങ്കിൽ ആ ഹിറ്റാച്ചി ഇവിടെ എത്തിച്ച് ഓരോ ഭാഗത്തേക്കും ആവശ്യാനുസരണം അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് ഇത് എത്തിച്ചു നൽകുന്ന സംഘമാണിത്. മലപ്പുറത്ത് നിന്ന് മാത്രമാണ് 35 എണ്ണം ഉള്ളത്. അവർ തന്നെ എങ്ങനെയാണ് അവരുടെ സേവനമെന്ന് വിശദീകരിക്കും. നിങ്ങളിപ്പോൾ എത്ര ദിവസമായിട്ട് ഈ ഹിറ്റാച്ചിയുമായിട്ട് ഈ ദുരന്തഭൂമിയിലുണ്ട്? ഞങ്ങൾ അപകടം അറിഞ്ഞ മുതൽ തന്നെ വന്നിട്ടുണ്ട്. ഇവരായിരുന്നു ഫസ്റ്റ് ഹിറ്റാച്ചി ആയിട്ട് വന്ന ആളുകൾ. അതിനുശേഷം പിറ്റേ ദിവസങ്ങളിലായിട്ട് ഞങ്ങളും ഒരു ടീമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ കീഴിലാണ് മലപ്പുറം. അതോടൊപ്പം തന്നെ സമീപ പ്രദേശ ജില്ലകളിൽ നിന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, പിന്നെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അത്തരം ഒരുപാട് മിഷനറികളോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് നിരന്തരം ഈ ഓപ്പറേറ്റർമാരൊക്കെ നമ്മൾ നമിക്കണം എന്ന ലെവലിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രി ഒരു മിടിപ്പ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ പിന്നെ കളക്ടർ വിവരം അന്വേഷിച്ചു, നിങ്ങൾ ഡ്രൈവർമാർ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ഇത് കഴിഞ്ഞ് വന്ന അവർ നമ്മൾ സഹകരിക്കാൻ തയ്യാറായിട്ട് അവർ കൈ പൊക്കി അത്ര വിഷമത്തോട് ഞങ്ങൾക്ക് തയ്യാറാണ് സാറേ എന്ന് അവിടെ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു പോയി. അത്ര വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടാണ് ഈ ദുരന്തം അറിഞ്ഞ് സ്വയം വന്നതാണ്, അത് ആരെങ്കിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്? ഞങ്ങൾ മലപ്പുറം കലക്ട്രേറ്റിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ ക്രഷർ ഓണേഴ്സിനെ അറിയിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ ഞങ്ങളെല്ലാം ഓരോ തിരക്കിലുള്ള സമയത്താണ് അറിഞ്ഞത്. ആ സമയത്ത് മഞ്ചേരി ജിയോളജിസ്റ്റിൻ്റെയും കലക്ടറുടെയും വിങ്ങിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ മെഷീനറികൾ എത്തിക്കുക ചെയ്തത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ 6-7 മെഷീൻ ഒന്നിച്ച് അവിടുന്ന് പോന്നു. അന്ന് രാത്രി തന്നെ വന്ന സമയത്ത് ഈ പാലത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മിലിറ്ററി. അവർക്ക് ഞങ്ങൾ വളരെ ഒരു മെഷീൻ, ഒരു ULCCന്റെ ഒരു മെഷീൻ മാത്രം അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് മിലിറ്ററിക്ക് എത്താനും പറ്റാത്തതുകൊണ്ട് ഈ പുഴയിൽ ധാരാളം വെള്ളമായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ പുഴ ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് അവരെ സഹായിക്കാൻ പറ്റി. അവർക്ക് ഏറ്റവും കൂടുതൽ ഈ പാലത്തിന്റെ വർക്കിൽ ഒരു പക്ഷേ TDRFും ഞങ്ങളുടെ ഹിറ്റാച്ചി ആയിരിക്കും ഒരു പക്ഷേ ഈ പാലത്തിന്. അത് മിലിറ്ററി തന്നെ പറഞ്ഞു, നിങ്ങൾ വന്ന തക്ക സമയത്ത് വന്നു എന്ന്. പക്ഷെ മാത്രമല്ല, ഇനിയും ഒരുപാട് മെഷീനുകൾ ശേഷം വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇതറിഞ്ഞപ്പോൾ അത് മുതൽ തന്നെ ഇവിടെ എന്ത് സഹായം കൊടുക്കാനും ഇപ്പം നിലവിലുള്ള മെഷീന് എത്രയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതുവരെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ഇതിൽ തന്നെ ഇത് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയും. ഈ പ്രദേശത്ത് എത്തിക്കാൻ ഏകദേശം 60 മുതൽ 75,000 വരെ ചെലവ് വന്നിട്ടാണ് ഓരോ വണ്ടികൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്നുള്ള അസോസിയേഷൻ സംസ്ഥാന ഘടകങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മലപ്പുറം ജില്ല അത് കോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കൊണ്ടുവന്നത് മുതൽ ഇതിനോടൊപ്പം നിൽക്കുകയാണ് ഈ ദുരന്തഭൂമിയിൽ. ഇത് കാര്യങ്ങൾ നിയന്ത്രിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇത് എത്തിച്ചിട്ടില്ല അല്ലേ? ഒപ്പം തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യല്ലേ നിങ്ങൾ പേടിച്ചത്? ചെളിയുണ്ട്, അപകട സാധ്യതയുണ്ട്, അതൊക്കെ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അറിയിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ വന്നാൽ ഇതിന്റെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ടിവിയിലും കാണുന്ന ഫോട്ടോയിലും കാണുന്ന പോലെ അല്ല ഇവിടുത്തെ വ്യാപ്തി. കാരണം ആ ഭാഗത്ത് നിന്ന് ഇടിഞ്ഞു വന്ന മണ്ണുകൾ ഇപ്പോൾ ഈ പ്രദേശം നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ ഏകദേശം നമ്മൾ 20 അടി 25 അടി മണ്ണ് പൊന്തിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ വീടുകളിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇത്രയും അടിയിൽ ഡെപ്തിൽ മാന്തിയിട്ട് കിട്ടണമെങ്കിൽ മനുഷ്യന്റെ കൈകൊണ്ടോ യന്ത്രസാമഗ്രി ഇല്ലാതെ ഇത് സാധിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങളുടെ സേവനം ഇവിടെ വന്നത്. മാത്രമല്ല, ഇനി എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടത്, ഞങ്ങൾ എന്തൊക്കെ സേവനങ്ങൾ വേണോ അതൊക്കെ ഞങ്ങളിൽ തയ്യാറാണ്. എന്തായാലും ഇതാണ് വലിയ സേവനമാണ് ഹിറ്റാച്ചി ഇവിടെ എത്തിച്ച ഈ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വമേധയാ സേവന സന്നദ്ധരായി എത്തിയതാണ്. എത്ര ദിവസം വേണമെങ്കിലും സൗജന്യ സേവനം ചെയ്യാൻ തയ്യാറാണെന്നാണ് അവർ അറിയിക്കുന്നത്.